ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ. ഇന്ന് ഞാൻ തയ്യാറാക്കാൻ പോകുന്നത് നമുക്ക് പൂരിയുടെ കൂടെയും ചപ്പാത്തിയുടെയൊക്കെ കൂടെ കൂട്ടി കഴിക്കാൻ പറ്റുന്ന വളരെ വേഗം ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു കറിയാണ്. നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉണ്ടാക്കുന്ന രീതിയിലാണ് ഞാനിവിടെ തയ്യാറാക്കിയിരിക്കുന്നത്. അപ്പോൾ ആദ്യമായിട്ടാണ് എൻ്റെ ചാനൽ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്തേക്കണേ. ഞാനിവിടെ ഒരു ബൗൾ കടലയൊന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. 4 മണിക്കൂർ വെള്ളത്തിലിട്ട് കുതിർത്തതിന് ശേഷം അല്പം ഉപ്പും കൂടി ചേർത്താണ് ഇതൊന്ന് പുഴുങ്ങിയെടുത്തിരിക്കുന്നത്. ഇതിൻ്റെ കൂടെ തന്നെ ഞാൻ ഒരു ഉരുളക്കിഴങ്ങും കൂടി ഒന്ന് പുഴുങ്ങിയെടുത്തിട്ടുണ്ട്. അതിൻ്റെ തൊലിയൊക്കെ കളഞ്ഞതിന് ശേഷം ഒന്ന് ചെറുതായിട്ട് കട്ട് ചെയ്ത് വെച്ചിരിക്കുകയാണ്. ഇനി ഇതിലേക്ക് ചേർത്ത് കൊടുക്കാനായിട്ട് ഒരു സവാള ഒന്ന് കൊത്തി അരിഞ്ഞ് വെച്ചിട്ടുണ്ട്. ഒരു തക്കാളിക്ക ഒന്ന് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ കുറച്ച് മല്ലിയിലയും 2 പച്ചമുളകും കൂടി എടുത്ത് വെച്ചിട്ടുണ്ട്. ഇത്രയുമാണ് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത്. പിന്നെ ഇതിലേക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് കൊടുക്കണം. ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ച് ചേർത്താലും മതിയേ. ഇനി ഒരു പാനിലേക്ക് 1.5 ടേബിൾ സ്പൂൺ എണ്ണയാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇതിലേക്ക് 1/4 സ്പൂൺ ജീരകവും 2 വറ്റൽമുളകും ഒന്ന് കട്ട് ചെയ്തിട്ട് കൊടുത്തിട്ടുണ്ട്. ജീരകമൊക്കെ ഒന്ന് ചെറുതായിട്ടൊന്ന് കളറൊക്കെ മാറി വരുമ്പോൾ നമുക്കിതിലേക്ക് നമ്മൾ കൊത്തി അരിഞ്ഞ് വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. സവാള ഉണ്ടല്ലോ നന്നായിട്ട് വഴറ്റിയെടുക്കണേ. ഒരു 2-3 മിനിറ്റ് ചെറിയ തീയിലിട്ട് നന്നായിട്ട് വഴറ്റിയെടുക്കുക. സവാളയൊക്കെ ചെറുതായിട്ടൊന്ന് വാടി വന്നിട്ടുണ്ട്. ഇനി ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് ഇളക്കിയെടുക്കുക. ഈ സവാളയുടെയൊക്കെ ആ പച്ചച്ചുവയൊക്കെ നന്നായിട്ടൊന്ന് മാറിയതിന് ശേഷം നമുക്കിതിലേക്ക് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ഇല്ലെങ്കിൽ ഒരു ചെറിയ കഷ്ണം ഇഞ്ചിയും ഒരു 4 വെളുത്തുള്ളിയും ഒന്ന് ചതച്ച് ചേർത്ത് കൊടുത്താൽ മതിയേ. 3-4 മിനിറ്റ് ചെറിയ തീയിലിട്ട് സവാള നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇനി ഇതിലേക്ക് നമ്മൾ അരച്ച് വെച്ചിരിക്കുന്ന തക്കാളിക്ക ചേർത്ത് കൊടുക്കാം. തക്കാളിക്ക അരച്ച് ചേർത്ത് കൊടുത്തില്ലെങ്കിലും കുഴപ്പമില്ല. ഇതിലേക്ക് ചെറുതായിട്ടൊന്ന് കൊത്തി അരിഞ്ഞിട്ട് കൊടുത്താൽ മതിയേ. അപ്പോൾ തക്കാളിക്കായുടെ ആ പച്ച മണമൊക്കെ ഒന്ന് മാറി കിട്ടിയിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമുക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയാണ് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. 1/2 ടീസ്പൂൺ വീതം മുളക് പൊടിയും മല്ലിപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ വീതം കുരുമുളക് പൊടിയും പെരിഞ്ജീരകപ്പൊടിയും കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഈ കറിക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഈ ഒരു സമയത്ത് ചേർത്ത് കൊടുക്കുകയാണ്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് ഈ പൊടികളുടെയൊക്കെ ആ പച്ചച്ചുവയൊക്കെ ഒന്ന് മാറുന്നതിന് വേണ്ടി നന്നായിട്ടൊന്ന് ഇളക്കിയെടുക്കാം. ഞാനിവിടെ ഈ കറി ഉണ്ടാക്കുന്നത് 3 പേർക്ക് കഴിക്കാവുന്ന പരുവത്തിനാണ്. അതുകൊണ്ടാണ് മസാലപ്പൊടികളൊക്കെ വളരെ കുറച്ച് ചേർത്ത് കൊടുത്തിരിക്കുന്നത്. ഇപ്പോൾ നമ്മുടെ പൊടികളുടെ ആ പച്ചച്ചുവയൊക്കെ മാറി വന്നിട്ടുണ്ട്. ഇനി നമുക്കിതിലേക്ക് പുഴുങ്ങി വെച്ചിരിക്കുന്ന കടല ചേർത്ത് കൊടുക്കാം. ഇതിൻ്റെ കൂടെ തന്നെ നമ്മൾ പുഴുങ്ങി വെച്ചിരിക്കുന്ന ഉരുളക്കിഴങ്ങ് കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കുക. നമ്മൾ ചേർത്ത് കൊടുത്ത മസാലപ്പൊടികളൊക്കെ ഇതിലേക്കൊക്കെ ഒന്ന് പിടിക്കട്ടെ. അതിനുവേണ്ടി നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കണം. മീഡിയം ഫ്ലെയിമിലിട്ട് ഇളക്കി കൊടുക്കണേ. അതിനുശേഷം നമുക്ക് ഒരല്പം വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ഇതൊരു 2-3 മിനിറ്റ് ചെറുതായിട്ടൊന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പോൾ ഞാൻ വെള്ളമൊക്കെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി ഇതൊന്ന് ചെറുതായിട്ട് തിളച്ച് വരട്ടെ. ഞാൻ ഇതിലേക്ക് കുറച്ച് കസൂരി മേത്തിയും കൂടി ചേർത്ത് കൊടുക്കുകയാണ്. ഇതിന് പകരം മല്ലിയില ചേർത്ത് കൊടുക്കാം. അതുമില്ലെങ്കിൽ കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുക്കാമേ. അപ്പോൾ നമ്മൾ ചേർത്ത് കൊടുത്തിരിക്കുന്ന വെള്ളമൊക്കെ നന്നായിട്ട് വറ്റിതാ കുറുകി വന്നിട്ടുണ്ട് കറി. ഈ ഒരു സമയത്ത് തീ ഓഫ് ചെയ്ത് കൊടുത്ത് നമുക്ക് കറി എടുക്കാവുന്നതാണ്. അതും അല്ലെങ്കിൽ അല്പം ചാറ് വേണമെങ്കിൽ ഇതിലേക്ക് കുറച്ച് വെള്ളം കൂടി ഒഴിച്ച് കൊടുക്കുക. ഞാനിതിലേക്ക് കുറച്ച് വെള്ളം കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. എന്നിട്ട് നന്നായിട്ട് വീണ്ടും ഒന്ന് തിളപ്പിച്ചെടുക്കുകയാണ്. ഇനി ഇത് അടച്ച് വെച്ച് വേവിക്കേണ്ട കാര്യമൊന്നുമില്ല. നമ്മുടെ കഷ്ണങ്ങളൊക്കെ നന്നായിട്ട് വെന്തിട്ടുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഒന്ന് ഇളക്കി കൊടുത്താൽ മതി. ചെറിയ തീയിലിട്ടൊരു 2-3 മിനിറ്റ് ഒന്ന് തിളപ്പിച്ചെടുത്താൽ മതി. അപ്പോഴേക്കും നമ്മുടെ കറിയൊക്കെ റെഡിയായി വന്നിട്ടുണ്ട്. ഇത്രയും മതി. ഇനി ഒത്തിരി കുറുകി പോകണ്ട. ഇപ്പോൾ ഞാൻ തീ അങ്ങ് ഓഫ് ചെയ്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് ഒരു സർവിങ് ബൗളിലേക്ക് മാറ്റാവേ. അപ്പോൾ നല്ല ചൂടോട് കൂടിയ നല്ല അടിപൊളി ടേസ്റ്റിലുള്ള നോർത്ത് ഇന്ത്യൻസ് ഒക്കെ ഉണ്ടാക്കുന്ന കടലക്കറിയാണ്. ഇത് നമുക്ക് നല്ല ചൂട് ചപ്പാത്തിയുടെ കൂടെയും പൂരിയുടെ കൂടെയും അതുമല്ലെങ്കിൽ ചോറിൻ്റെ കൂടെയും കഴിക്കാവുന്നതാണ്. ഡിഫറൻ്റ് ആയിട്ടുള്ള ഒരു രീതിയിലാണ് ഈ കറി ഉണ്ടാക്കിയിരിക്കുന്നത്. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ.